Good morning. Good morning. സുഖാണോ? രണ്ടു ദിവസം അവധിയൊക്കെ കഴിഞ്ഞിട്ട് വന്നേക്കണേ അല്ലേ? ആ ഓക്കെ. അപ്പോ നമ്മള് സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക്? ഓക്കെ. നെക്സ്റ്റ് വീക്ക് കൂടി നമുക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പൊ മാക്സിമം നമുക്ക് വേഗം തീർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവിഷൻ തരാൻ പറ്റിയെങ്കിൽ റിവിഷൻ തരാം കേട്ടോ. ഓക്കെ. മറ്റു മിസ്സുമാരൊക്കെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്തായിരുന്നോ റിവിഷൻ? ആരും ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? കമ്പ്യൂട്ടറിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയിരുന്നു അല്ലെ? വന്ദന മിസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അപ്പൊ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്താണെന്ന് പറഞ്ഞു. അതിന്റെ പാർട്സിനെ കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ നോക്കിയത് ഫണ്ടമെന്റൽസ് ആയിരുന്നു അല്ലെ? ഫണ്ടമെന്റൽസ് ഏതൊക്കെയാണ്? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, CPU, മെമ്മറി, സ്റ്റോറേജ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം. മൈക്രോസോഫ്റ്റ് വേർഡ്. എന്താണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. അണ്ടർലൈൻ ചെയ്ത് വെച്ച് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ്? വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണല്ലേ? വൈഡ്ലി യൂസ് ചെയ്യുന്ന വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. അണ്ടർലൈൻ ചെയ്യാം. ഇറ്റ് പെർമിറ്റ്സ് യൂസേഴ്സ് ടു ക്രിയേറ്റ്, എഡിറ്റ്, format and save documents for different purposes like writing report, letters, resumes and more. അപ്പൊ നമുക്ക് ഈ മൈക്രോസോഫ്റ്റ് വേർഡ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഡോക്യുമെന്റ്സുകൾ ഷെയ്ഡ് ചെയ്യാം. അങ്ങനെയുള്ള പല പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് അല്ലെങ്കിൽ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? റിപ്പോർട്ടുകൾ റൈറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ പറ്റും. ലെറ്റേഴ്സ് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ റെസ്യൂംസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്താ? വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് ആണ് ഇനി താഴെ കൊടുത്തിരിക്കുന്നത്. Here are some important features and functionalities of a Microsoft Word. ഫസ്റ്റ് പറയുന്നത് എന്താണ്? യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. Microsoft Word offers a user-friendly, intuitive interface, making it reachable to both beginners and experienced users. The tabular and ribbon provide quick entry to different formatting and editing options. Okay, അപ്പോ എന്താണ് ഈ മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ്? ഒരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോ ചിലപ്പോ നമ്മളിപ്പോ അത് പഠിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സ് ഉണ്ടാവും അല്ലെ? ഇപ്പൊ ബിഗിനേഴ്സിനായാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനായാലും അത് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാല്. അവർക്കിപ്പോ ചിലപ്പോ നമ്മൾ വിചാരിക്കും എന്താണ്, ഞാൻ പഠിക്കുന്നതല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലെ? പക്ഷെ എന്താണ് അതിൽ പറയുന്നത്? ബിഗിനേഴ്സിനായാലും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനായാലും ഒരുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ നോക്കിയേ,
ഇതിന്റെ പോർഷൻ ഫയലിൽ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. അവിടെ കണ്ടോ റിബൺ, അതുപോലെ തന്നെ എന്താണ് കുറെ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. റിബൺ, സൂം, സ്ലൈഡർ, വ്യൂ ബട്ടൺസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ചിത്രം നോക്കി മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് എളുപ്പത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഈ ടാബുലർ ആയാലും അതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും, ഫോർമാറ്റിംഗ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വേർഡിലൂടെ നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസേഴ്സ് ക്യാൻ ക്രിയേറ്റ് new documents from scratch or choose from a range of templates provided by Word. It offers a vast set of formatting tools for text, paragraph, and pages, permitting users to customize the appearance of their document. ഓക്കെ, അപ്പോ എന്താണ് പറയുന്നത്? ഡോക്യുമെന്റ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, യൂസേഴ്സിന് പുതിയതായിട്ടൊരു പുതിയതായിട്ടൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഇനി അതിൽ എന്താണ് എഡിറ്റ് ചെയ്യാനായിട്ടായാലും നമുക്ക് ഈ MS വേർഡ് ഉപയോഗിച്ചുകൊണ്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പാരഗ്രാഫുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താ ടെസ്റ്റ് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് അല്ലെ, ലെറ്റേഴ്സ് ആയാലും നമുക്ക് എഴുതാൻ പറ്റുന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നിങ്ങൾക്കൊരു ജോലി കിട്ടി, കോഴ്സ് കഴിഞ്ഞു നിങ്ങൾക്കൊരു എന്താണ് ഹോസ്പിറ്റലിൽ ഒരു ജോലി കിട്ടി. അപ്പൊ ജോലി കിട്ടുമ്പോൾ ആ കിട്ടുന്നതിന് മുൻപ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ അവിടെ നമ്മൾ എന്താണ് സബ്മിറ്റ് ചെയ്യണം അല്ലെ. എന്തൊക്കെയാണ്? നമ്മുടെ CV, റെസ്യൂംസ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അതിനകത്ത് എന്തൊക്കെ പെടുന്നുണ്ട്? നമ്മുടെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, അഡ്രസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മൾ പഠിച്ച നമ്മുടെ ക്വാളിഫിക്കേഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്, അച്ചീവ്മെന്റ്സ്, നമ്മുടെ സ്കില്ലുകൾ അല്ലെ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ CV-യിൽ അല്ലെങ്കിൽ റെസ്യൂമിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് കയറ്റേണ്ടതായിട്ടുണ്ട് അല്ലെ. നമ്മളത് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ ഫോട്ടോ, ഇമെയിൽ ഐ ഡി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. പല ഫോർമാറ്റുകളും പല രീതിയിലാണ് പല ആളുകളും ചെയ്യുന്നത് അല്ലെ. പല ഫോർമാറ്റുകളും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്താണ്, ചിലപ്പോ ലെഫ്റ്റ് സൈഡിൽ ഫോട്ടോ വെക്കുന്നുണ്ട്, ചിലപ്പോ ഫോട്ടോ ഇല്ലാതെ വെക്കാം അല്ലെ. അങ്ങനെയുള്ള പല രീതിയിൽ നമ്മൾ ഇപ്പോ എന്താ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് ചിലപ്പോ ചിലവർ റൈറ്റ് സൈഡിൽ ആയിരുന്നു, ചിലവർ ലെഫ്റ്റ് സൈഡിൽ എഴുതാറുണ്ട്. അങ്ങനെയുള്ള നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. റെസ്യൂമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ പല സ്ട്രക്ചറിലും നമുക്ക് റെസ്യൂമുകൾ തയ്യാറാക്കാൻ പറ്റും. അതിന്റെ ഒരു രീതിയാണെന്ന് പറയുന്നത് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളായാലും നമുക്ക് എന്തിലൂടെ ചെയ്യാമെന്ന് പറയുന്നത് ഈ മൈക്രോസോഫ്റ്റ് വേർഡിലൂടെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. ഇനി എന്താണ് കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്. Microsoft Word support collaboration features make multiple users able to work on the document at the same time. Users can track changes, leave comments, and merge edits made by the different contributors. Documents can also be simply shared through email, storage, cloud storage services, or by creating links. അപ്പൊ എന്താണ് ഈ കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല യൂസേഴ്സും പല ടൈമില് ഡോക്യുമെന്റ്സുകൾ വേർഡിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പല യൂസേഴ്സിന് പല യൂസേഴ്സിനും പല ടൈമിലായിട്ടല്ലേ, അല്ലെങ്കിൽ എന്താണ് സെയിം ടൈമിലായിട്ടെന്നാ പറയുന്നത്. പല യൂസേഴ്സിനും സെയിം ടൈമില് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഡോക്യുമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്
ഈ വേർഡ് മൈക്രോസോഫ്റ്റ് വേർഡില് സഹായിക്കുന്നുണ്ടെന്നാ പറയുന്നത്. അതുവഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ പല യൂസേഴ്സിനും സെയിം ടൈമിലാണ് ഈ ഡോക്യുമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത് നമുക്ക് ഇപ്പൊ മെയിൽ വഴി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ അതിനകത്ത് എന്തെങ്കിലും തെറ്റുകളോ മാറ്റങ്ങളോ ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് മാറ്റങ്ങൾ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പോ ഓപ്ഷൻ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒപ്പീനിയൻ ഓപ്ഷൻസ് ഒക്കെ നൽകണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാനായിട്ട് ഈ വേർഡിലൂടെ സാധ്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗിൽ വരുന്നത്. ഇവിടെ പറയുന്നത് പല യൂസേഴ്സിനും ഒരേ ടൈമിൽ സെയിം ടൈമിൽ തന്നെ നമുക്ക് ഡോക്യുമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേർഡ് മൈക്രോസോഫ്റ്റ് വേർഡിലൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമെയിൽ വഴി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെ നമുക്ക് കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് ഇതിലൂടെ സഹായിക്കുന്നുണ്ട്. ഒപ്പീനിയൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിനകത്ത് നമുക്ക് ചേർക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്, ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്. Word provides a lot of formatting options for text, which includes font style, size, colors, and effect. Users can apply formatting to paragraph, line spacing, align text, and add bullet point and numbering. It is also offering modern features such as hooks and foots, tables, and styles for consistent document formatting. അപ്പോ ഇതിൽ പറയുന്നത് പല തരത്തിലുള്ള ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട് വേർഡില്. ആ വേർഡ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് കാണാൻ പറ്റും. നമുക്ക് എന്താണ് കളർ ഇപ്പൊ മാറ്റുന്നെങ്കിൽ അല്ലെങ്കിൽ കളർ ചേർക്കണമെങ്കിൽ ചേർക്കാം, സൈസിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. അതുപോലെ തന്നെ എന്താ സ്റ്റൈല്, ഇഫക്റ്റ്, ഇതൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്തി നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് തിരുത്തി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്താ നമ്മുടെ ഇപ്പോ ഈ ടേബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ നമ്പേഴ്സ്, ബുള്ളറ്റുകള്, ചിലപ്പോ ഞാൻ ചെറിയ ചെറിയ ബുള്ളറ്റ് പോയിന്റ്സ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുത്ത് കാര്യങ്ങളെ എഴുതിച്ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോ നമ്പറിങ് അല്ലെ, 1 2 3 4 എന്ന നമ്പർ കൊടുത്തുകൊണ്ട് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് ഈ മൈക്രോസോഫ്റ്റ് വേർഡിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെന്താണ് സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ corrections. Word consists of built-in spelling and grammar checking tools to make users identify and correct errors. It underlines the misspelled words and suggests corrections, which ensures the accuracy of written content. അപ്പൊ എന്താ ഇതിൽ പറയുന്നത്, നമുക്ക് സ്പെല്ലിംഗ് ചെക്ക് ചെയ്യുമ്പോ എന്തെങ്കിലും നമ്മള് പെട്ടെന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോ എന്തെങ്കിലും തെറ്റുകൾ വരാം അല്ലെ. മനുഷ്യരാണ് നമ്മള്, എല്ലാവരും പെർഫെക്റ്റ് അല്ല അല്ലെ. ചിലപ്പോ ധൃതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ എന്താണ് തെറ്റുകൾ സംഭവിക്കാം അല്ലെ, സ്പെല്ലിംഗ് എറേഴ്സ് വരാം. അപ്പൊ അങ്ങനെ അങ്ങനെ വരുമ്പോ സ്പെല്ലിംഗ് തെറ്റുകൾ വരുമ്പോ എന്താണ് സിസ്റ്റത്തിൽ കാണിക്കുന്നത് എനിക്കറിയാൻ പറ്റുമല്ലോ. ഒരു അണ്ടർലൈൻ വരും അല്ലെ, ഇല്ലേ, വരാറുണ്ട് ഇല്ലേ. എന്ത് കളർ വെച്ചിട്ടാണ് അവിടെ ഒരു അണ്ടർലൈൻ വരുന്നത്? എന്ത് കളർ ആയിരിക്കാം? നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് കളറിൽ അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇവിടെ തെറ്റിയിട്ടുണ്ട്, നമ്മൾ ടൈപ്പ് ചെയ്തത് തെറ്റിയിട്ടുണ്ട്, അവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളത് അല്ലെ. അങ്ങനെ നമ്മളത് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ആയിട്ട് എഴുതുമ്പോ കറക്റ്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. പിന്നെയും വീണ്ടും തെറ്റുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്, അവിടെ ഒരു റെഡിങ് കൊണ്ട് അവിടെ ഒരു അണ്ടർലൈൻ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളൊരു രീതിയിൽ നമുക്ക് സ്പെല്ലിങ്ങുകള് നമുക്ക് എന്താണ് എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് തരാനായിട്ടും ഈ മൈക്രോസോഫ്റ്റ് വേർഡിലൂടെ സഹായിക്കുന്നുണ്ട്. അത് സ്പെല്ലിങ്ങുകൾ തെറ്റ് കണ്ടെത്തി അത് തിരുത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ ആയതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ വേർഡിലൂടെ ചെയ്യാനായിട്ട് സഹായകമാണ്. അവര് എന്തെങ്കിലുമൊക്കെ സ്പെല്ലിങ്ങുകൾ നമ്മൾ തെറ്റുമ്പോ, നമ്മൾ അത് ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റുമ്പോ അത് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, എറർ കാണിക്കും അല്ലെ. ഇങ്ങനെയൊരു റെഡ് ലൈൻ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ കറക്റ്റ് ചെയ്യാനായിട്ട് സഹായകമാണ്. പിന്നെന്താ, ഇൻസേർട്ടിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ്.
Okay. Users can insert different objects into their documents like image, shape, chart, and tables. Word permits resizing, positioning, and formatting of this object, making it easy to improve the visual appeal of a document. എന്താണ് ആറാമത്തെ പോയിന്റിൽ പറയുന്നത്? ഇൻസേർട്ടിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ് അല്ലെ? യൂസേഴ്സിന് അവരുടെ ഡോക്യുമെന്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഈ എന്താണ് ഇമേജുകള്, ഷേപ്പുകള്, ടേബിൾസുകള്, ചാർട്ടുകള്, ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോ ഒരു പാരഗ്രാഫ് ഞാൻ വേർഡിലൂടെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പാരഗ്രാഫിന്റെ അടിയിലാണ് ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ടാബിള് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ എന്താണ് എനിക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു പിക്ചർ ആണെങ്കിൽ ആ പിക്ചർ നമുക്ക് ആ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. അഥവാ എന്താ എനിക്കൊരു ടേബിൾ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആ ടേബിൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഈ വേർഡിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി എന്താ ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ്. Word provides a wide range of templates and themes for various documents type, including resumes, letters, flyers, and more. These templates offer pre-designed layout and formatting that saves time and effort for users. ഇനി ഇപ്പോ ടെംപ്ലേറ്റ്സ് അതുപോലെ തന്നെ തീംസ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്ക് റെസ്യൂമേഴ്സ്, ഫ്ലയേഴ്സ് എന്ന് പറഞ്ഞാലും നമ്മൾ റെസ്യൂമ പോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതെന്താണ് കുറഞ്ഞ എഫേർട്ട് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ എഫേർട്ടിൽ നമുക്ക് എന്താണ് റെസ്യൂമ കറക്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ വേർഡ് പ്രോസസ്സിലൂടെ എന്താണ് മൈക്രോസോഫ്റ്റ് വേർഡിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് റെസ്യൂമ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. നല്ല എഫക്റ്റുകൾ കൊടുത്തുകൊണ്ട് ഇപ്പോ ഞാൻ പറഞ്ഞു എന്താണ് ഫോട്ടോകൾ ആഡ് ചെയ്യാൻ പറ്റും. ഇനി അഥവാ വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. പല രീതിയിലും പല ഫോർമാറ്റിലും നമുക്ക് ചെയ്യാനായിട്ട് ഏതിലൂടെ സാധിക്കുന്നുണ്ട്? ഈ മൈക്രോസോഫ്റ്റ് വേർഡിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. വായിച്ചു നോക്കിയേ, എന്താണ് മൈക്രോസോഫ്റ്റ് വേർഡ്, എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്?
ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് നോക്കാം ഹോസ്പിറ്റലില് MS എന്താണ് മൈക്രോസോഫ്റ്റ് വേർഡ് അല്ലെങ്കിൽ MS വേർഡിന്റെ ആപ്ലിക്കബിലിറ്റി എന്താണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ചത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇങ്ങനെ എങ്ങനെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം, ഫസ്റ്റ് പോയിന്റ് നോക്കാം, പേഷ്യന്റ് റെക്കോർഡ്. Microsoft Word permits healthcare professionals to and keep electronic patient records. These records consist of patient demographic, medical history, test result, diagnosis, treatment plans, and progress notes. Word's formatting options enables the organization and customization of patient information for easy reference and retrieval. അപ്പോൾ പേഷ്യന്റ് റെക്കോർഡ്സ് എന്നാണല്ലോ അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് പേഷ്യന്റ് റെക്കോർഡ്സ്. എന്താണ്, ഡോക്ടേഴ്സ് പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നത് MS വേർഡിലാണ്. ഓക്കെ, സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ MS വേർഡ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഉണ്ടാവില്ലേ, ആ റെക്കോർഡ്സ് ഒക്കെ നമ്മൾ ഡോക്ടേഴ്സ് അവിടെ MS വേർഡിലാണ് സൂക്ഷിക്കുന്നത്. അതുപോലെ MS വേർഡിലെ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫയല് എപ്പോ വേണമെങ്കിലും റിട്രീവ് ചെയ്തെടുക്കാനായിട്ട്, റിട്രീവ് എന്ന് പറഞ്ഞാല് വീണ്ടെടുക്കാനായിട്ട്, ഇപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫയൽ നമുക്ക് വീണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആ ഫയല് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ എന്താണ്, പേഷ്യൻസിന്റെ ഫയല് നമ്മൾ MS വേർഡിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. ഡോക്ടേഴ്സിന് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ റെഫറൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടതായിട്ടുണ്ടെങ്കിൽ ഈ ഫയൽ എന്ത് ചെയ്യാം, എളുപ്പത്തിൽ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് MS വേർഡിലൂടെ സഹായിക്കുന്നുണ്ട്. മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ്. Physician and other healthcare providers can use Word to create medical reports, reference letters, discharge summaries, and other clinical correspondence. ഓക്കെ, അപ്പോ ഈ MS വേർഡിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട്, എന്തൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ഈ MS വേർഡ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റെഫറൽ അല്ലെ, റെഫറൽ ലെറ്റേഴ്സ്. ഇപ്പോ എന്താണ്, ഇപ്പൊ ഈ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ റെഫറൻസ് അല്ലെങ്കിൽ റെഫറൽ റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് MS ഓഫീസ്, ആ MS വേർഡിലൂടെയാണ്, MS വേർഡിലൂടെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അത് പ്രിപ്പയർ ചെയ്യാനായിട്ടായാലും ഇപ്പൊ ഡിസ്ചാർജ് സമ്മറീസ് നമുക്കറിയാം അല്ലെ, രോഗി അഡ്മിറ്റ് ആയി അത് ചിലപ്പോ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് സമ്മറി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഡിസ്ചാർജ് പ്രോസസ്സിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത്, MS വേർഡിലൂടെ പ്രിപ്പയർ ചെയ്ത് ഓരോ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് നമ്മൾ പ്രിന്റ് ചെയ്താണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്ലിനിക്കൽ കറസ്പോണ്ടൻസ്. ഇപ്പൊ കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ കത്തിടപാടുകൾ, ലെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിലും പേഷ്യൻസിനായാലും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയാലും ഇങ്ങനെയുള്ള കത്തിടപാടുകൾ, അതുപോലെ തന്നെ ഇപ്പോ സ്റ്റാഫുകൾ തമ്മിൽ ഇപ്പൊ എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ടു ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാലും ഇതിലൂടെയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് അവര് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, റിപ്പോർട്ടുകൾ, മെഡിക്കൽ റിപ്പോർട്ടുകളായാലും റെഫറൽ ആയിട്ടുള്ള ലെറ്റേഴ്സുകൾ, മറ്റു ഹോസ്പിറ്റലിലേക്ക് രോഗിക്ക് കൊണ്ടുപോകുമ്പോൾ റെഫറൽ റിപ്പോർട്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡിസ്ചാർജ് സമ്മറി, ക്ലിനിക്കൽ കറസ്പോണ്ടൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും MS വേർഡിലൂടെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെയാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, SOPs. Word is useful for generating and
updating SOPs within hospitals. These documents frame step-by-step instructions for various processes like infection control protocols, medication administration directives, and emergency response procedures. Okay, എന്താണ് ഈ ഹോസ്പിറ്റലിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്താണ് വെവ്വേറെ ഇപ്പൊ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പീഡിയാട്രിക് അല്ലെ, റേഡിയോളജി, പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും വ്യത്യസ്ത രീതിയിലുള്ള ഗൈഡ് ലൈൻസ് ആയിരിക്കാം, വ്യത്യസ്ത രീതിയിലുള്ള പോളിസീസ് ആയിരിക്കാം, വ്യത്യസ്ത രീതിയിലുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും പ്രിപ്പയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ എന്ത് ചെയ്യാണ്, അത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുടെ ഒരു ഉത്തരവാദിത്തമാണ് ഓരോരുത്തർക്കും അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അല്ലെ. ഇങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടതായിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് MSVയിലൂടെ പ്രിപ്പയർ ചെയ്ത് അവർ തന്നെ റിട്ടേൺ ചെയ്താണ് കൊടുക്കുന്നത് അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ്. അപ്പൊ അവരെഴുതി അത് പ്രിന്റ് ഔട്ട് എടുത്തിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് അതിലൂടെ MSVയിലൂടെ നമ്മളത് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മെഡിക്കേഷൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മെഡിസിനുകൾ രോഗികൾക്ക് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസും പ്രൊസീജിയേഴ്സും ഗൈഡ് ലൈൻസും ആണ് എന്തെന്ന് പറയുന്നത് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ്സിൽ വരുന്നത് കേട്ടോ. എഴുതി വെച്ചാൽ മതി. എന്താണ് മെഡിക്കേഷൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ഗൈഡ് ലൈൻസും ആണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ്സിൽ വരുന്നത്. ഓക്കെ, മരുന്നുകള്, മെഡിസിൻസുകൾ അല്ലെങ്കിൽ മെഡിക്കേഷൻസുകൾ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ഗൈഡ് ലൈൻസ് ആണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ്സിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയേഴ്സ്. എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എമർജൻസി റെസ്പോൺസ് സിറ്റുവേഷൻ, ഒരു അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ സാഹചര്യം നേരിടേണ്ടതിനുള്ള ഒരു കൂട്ടം പ്രവർത്തനങ്ങൾ. ഇപ്പൊ എന്തെങ്കിലും ഒരു അപകടകരമായിട്ടൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ച് മാറി നിൽക്കാതെ അതെങ്ങനെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം, അതെങ്ങനെ സോൾവ് ചെയ്ത് പോകണം എന്നതിനുള്ള ഒരു കൂട്ടം പ്രവർത്തനങ്ങളാണ് എന്ന് പറയുന്നത് എമർജൻസി റെസ്പോൺസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തെങ്കിലും എമർജൻസി ആയിട്ട് നമ്മൾ ഒരു സിറ്റുവേഷൻ നമ്മൾ നേരിടുമ്പോൾ നമ്മൾ എങ്ങനെ അത് നേരിട്ട് തരണം ചെയ്ത് പോകണം എന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള ഒരു കൂട്ടം പ്രവർത്തനങ്ങളാണ് അതിലുള്ളത് കേട്ടോ, എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയറിൽ വരുന്നത്. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളും. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളുമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും എങ്ങനെയാണെന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ ആണ് അല്ലെ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഓരോ പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ ഇന്നത് കഴിഞ്ഞാൽ ഇന്നത് അങ്ങനെയുള്ള ഓരോ രീതിയിൽ സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏതൊക്കെയാണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ്സ് ആയാലും എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയർ ആയാലും ഇതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് MS വേർഡ് ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ സംവിധാനം വഴിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി എന്താ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്. വേർഡ് ക്യാൻ ബി യൂസ്ഡ് ടു expand educational materials for patients like brochures, handout and informational leaflet. Healthcare professionals can generate usually engaging and informative document to teach patients about their health condition, treatment options, preventive measures and lifestyle changes. എന്താണ് ഈ നമ്മള് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണാല്ലേ ഒരു ബ്രോഷേഴ്സ്, അതുപോലെ തന്നെ ഹാൻഡ് നോട്ടീസുകള്, അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻ ലീഫ്ലെറ്റ് എന്ന് പറഞ്ഞാല് ലഘുരേഖ
ഓക്കെ, ലീഫ്ലെറ്റ് മീൻസ് ലഘു രേഖ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോഷൻസ് ഒക്കെ കാണാൻ പറ്റും നമുക്ക്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ ഇപ്പൊ അവര് ഇറക്കിയിരിക്കുന്ന അല്ലെങ്കിൽ അവർ പുതിയതായിട്ട് കൊടുക്കുന്ന സർവീസുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടൊരു ഡോക്ടേഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടേഴ്സിന്റെ ക്വാളിറ്റി എന്താണ്, അവര് സ്പെഷ്യലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പുതിയൊരു ടെക്നോളജി നമ്മള് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു ടെക്നോളജി തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്, ബ്രോഷേഴ്സിലൂടെയൊക്കെയാണ്. അപ്പൊ അതൊക്കെ പ്രിപ്പയർ ചെയ്തതും എങ്ങനെയാണെന്നാ പറയുന്നത്, MS വേർഡ് എന്ന സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ലഘുരേഖകൾ തയ്യാറാക്കുന്നതായാലും ഹാങ് ഔട്ട്സ് ആയാലും അതുപോലെ തന്നെ ഈ ബ്രോഷേഴ്സുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും അല്ലെ, ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ ബ്രോഷേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണ്, ഈ MS ഓഫീസ് എന്ന MS വേർഡ് എന്ന സംവിധാനത്തിലൂടെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇപ്പോ എന്താ അതിനകത്ത് ചിലപ്പോ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ഇപ്പോ എന്താണ് ഈ ഓരോ കാര്യങ്ങളും ഇപ്പോ എന്താ പറയാ, പേഷ്യൻസിന് ഇപ്പോ പല പേഷ്യൻസിന്റെയും രോഗങ്ങളെ കുറിച്ചും ആയാലും അതിന്റെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയായിരിക്കാം, അത് തരണം ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും, മെഡിക്കൽ കണ്ടീഷൻസ്, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, അങ്ങനെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എങ്ങനെ ഉണ്ടാകുന്നുണ്ട്, അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ അല്ലെ മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ പേഷ്യൻസിലേക്ക് ഓരോ ഫാമിലീസിലേക്ക് എത്തിക്കാനൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ലീഫ്ലെറ്റുകള്, അതുപോലെ തന്നെ ബ്രോഷേഴ്സുകളൊക്കെ. ആ ബ്രോഷേഴ്സുകളൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഈ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണ്. റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ്. World Bank, the creation of research papers, case studies and scientific articles. അപ്പൊ റിസർച്ച് പേപ്പേഴ്സ് അല്ലെ, നമുക്കറിയാം ഈ ഹോസ്പിറ്റലൊക്കെ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ്, സയന്റിഫിക് ആർട്ടിക്കിൾസ്, ഇതൊക്കെ ചെയ്യാൻ വേണ്ടതായിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, MS വേർഡിലൂടെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്, hospitals can create a wide range of administrative documents that includes memos, meeting minutes, policies, budget report. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുടെ കാര്യങ്ങളാണല്ലോ, ഇപ്പൊ മെമ്മോസുകൾ അയക്കുന്നതായാലും അതുപോലെ തന്നെ മീറ്റിംഗ് മിനിറ്റ്സ്, പോളിസീസ്, ഓരോ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പോളിസീസ് ആവാം, അതുപോലെ തന്നെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ബഡ്ജറ്റ് റിപ്പോർട്ടുകൾ, ഇതൊക്കെയും എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണ്, MS വേർഡ് എന്ന സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഹോസ്പിറ്റലില് ഈ MS വേർഡിന്റെ അപ്ലിക്കബിലിറ്റി ആണ് നമ്മൾ പറഞ്ഞത്. ഇതൊക്കെ പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. പേഷ്യന്റ് റെക്കോർഡ്സുകൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അല്ലെ, അതുപോലെ മെഡിക്കൽ റിപ്പോർട്ടുകൾ, ലെറ്റേഴ്സുകളൊക്കെ തയ്യാറാക്കാനായിട്ടായാലും ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ, പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, ഓരോ പ്രൊസീജിയറും ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഈ MS വേർഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ്, ബ്രോഷേഴ്സ്, ലീഫ്ലെറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതും ഇത് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ്, കേസ് സ്റ്റഡി, റിസർച്ച് പേപ്പേഴ്സ്, അങ്ങനെയുള്ള സയന്റിഫിക് ആയിട്ടുള്ള ആർട്ടിക്കിൾസുകൾ, ഇതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് MS വേർഡ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഓഫീസുമായിട്ട് അല്ലെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും, പോളിസീസ് ആയാലും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും മെമ്മോസ്, മീറ്റിംഗ് മിനിറ്റ്സ്, ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും MS വേർഡ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് അപ്ലിക്കബിലിറ്റി ആയിട്ട് വരുന്നത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ.
അയച്ചു കഴിഞ്ഞോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പവർ പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ കോളേജിലോ അല്ലെങ്കിൽ സ്കൂൾ +2 പഠിക്കുമ്പോൾ നമ്മൾ പല ഇപ്പോ എന്താ സെമിനാർസ് എടുത്തപ്പോഴും അതുപോലെ തന്നെ പ്രൊജക്ട് വർക്കൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ? ചെയ്യാത്തവരുണ്ടോ? അല്ലെങ്കിൽ പവർ പോയിന്റ് എന്താണ് എന്നുള്ളത് അറിയാത്തവരുണ്ടാവും. സ്ലൈഡുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ് അല്ലെ? ഇല്ലേ? ചെയ്തിട്ടില്ല? ആരും ചെയ്തിട്ടില്ല നമ്മുടെ ക്ലാസ്സിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ? ചെയ്തിട്ടുണ്ട്. സൗബർണിക ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഈസ് എ broadly used presentation software developed by Microsoft. Underline ചെയ്യാം. എന്താണ് Microsoft PowerPoint is a broadly used presentation software ആണ് ട്ടോ. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. It permits users to generate, edit and deliver dynamic and visually engaging presentation. നമുക്ക് presentation വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് PowerPoint presentation എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് നോക്കിയേ. Here are some main features and benefits of MS PowerPoint. അതിന്റെ ഫീച്ചേഴ്സിന്റെ ഫസ്റ്റ് വൺ ആണ് slide creation. PowerPoint extends a user-friendly interface for generating slides. Users can easily add text, image, shapes, chart, and multimedia elements to slide, which enables them to carry information in an effective manner. Okay, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ്. അതുപോലെ തന്നെ യൂസേഴ്സിന് ടെക്സ്റ്റുകള്, ഇമേജുകള്, ഷേപ്പുകള്, ചാർട്ടുകള്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്ലൈഡ് വഴി നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒന്നാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് പ്രസന്റേഷൻ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ സ്ലൈഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് സ്ലൈഡ് ഫോർമാറ്റിംഗ്. PowerPoint offers a wide range of formatting options to customize and appearance of slide. Users can apply themes, alter fonts, colors, and background, and use translation and animations to improve visual appeal and engage the audience. അപ്പോ ഇതിൽ പറയുന്നത് സ്ലൈഡ് ഫോർമാറ്റിംഗ് അല്ലെ. നമുക്ക് എന്താണ് യൂസേഴ്സിന് നമുക്ക് പല പല തീംസുകള്, ഫോൺ കളേഴ്സ്, ഫോൺ സൈസ് മാറ്റണമെങ്കിൽ മാറ്റാം, പല പല കളേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല രീതിയിൽ ഇമേജുകൾ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ എന്താ കളർ ഫുൾ ബ്ലാക്ക് കളർ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. പല കളറിലും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് കളർ മാറ്റാൻ പറ്റും. അങ്ങനെയുള്ള ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മള് എന്താണ് നമ്മള് മറ്റുള്ളവരിലേക്ക് നല്ല രീതിയിലൊരു നമ്മുടെ കൺസെപ്റ്റ് എന്താണെന്ന് ഉള്ളത് മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇനി സ്ലൈഡ് ലേഔട്ട്. PowerPoint provides slide layout designed previously, making it easy to generate consistent and professional-looking presentations. Users can select from a variety of layouts for little slides, content slides, comparison slides, and more, saving some time and effort in slide ഡിസൈൻ. അപ്പം ലേഔട്ടുകൾ അല്ലെ, ഓൾറെഡി എന്താണ് പവർ പോയിന്റിലുള്ള ലേഔട്ട് സെയിം ആയിട്ടുള്ള സ്ലൈഡ്സുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഓൾറെഡി അതിനകത്ത് എന്താണ് നമുക്ക് നമ്മൾ പറഞ്ഞു ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇപ്പോ ബ്ലാങ്ക് സ്ലൈഡ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോ
എന്താ പറയാ, ഇപ്പൊ ഒരു ഹെഡിങ് കൊടുത്തിട്ട് അതിനടിയിൽ നമുക്ക് എഴുതണമെങ്കിൽ അങ്ങനെ സ്ലൈഡ് ഉണ്ടാവും. പിന്നെ കമ്പാരിസൺ സ്ലൈഡ് ഉണ്ടാവും. ബോക്സുകൾ ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ട് കമ്പയർ ചെയ്ത് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും 2 ബോക്സുകൾ വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ സ്ലൈഡ് ഉണ്ടാവും. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്താണ് സ്ലൈഡുകൾ വരുന്നുണ്ട്. ആ സ്ലൈഡുകൾ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് എന്താണ് നമ്മളുടെ കാര്യങ്ങൾ എന്താണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ആ കൺസെപ്റ്റ് എന്താണോ ആ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് എഴുതി നമുക്ക് ടൈപ്പ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കളർഫുൾ ആയിട്ട് എത്തിക്കാനായിട്ട് ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ വഴി നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. ഓക്കെ, മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ. PowerPoint permits the insertion of multimedia elements like image, audio, and video files, etc. This makes users able to incorporate visual and authority aids into their presentation and making them more interactive and engaging. അപ്പോ എന്താണ് ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ വഴി നമ്മൾ പറഞ്ഞു ഈ സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും അല്ലെ, പല രീതിയിലുള്ള സ്ലൈഡുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ കൺസെപ്റ്റ് എന്താണോ, നമ്മൾ പറയാൻ പോകുന്ന കൺസെപ്റ്റ് എന്താണോ എന്നുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോ ഞാനിപ്പോ ഇങ്ങനെ ലെക്ചറായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും ഇല്ലേ? അങ്ങനെ എന്താണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഞാൻ സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ പല ഇമേജുകൾ അതിനകത്ത് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ എന്താ ഇപ്പോ വീഡിയോ എനിക്ക് ചേർക്കാൻ പറ്റും, ഓഡിയോ ചേർക്കാൻ പറ്റും, പല പിക്ചേഴ്സുകൾ ടേബിളുകൾ ആഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ ചാർട്ടുകൾ, ഇതൊക്കെ എനിക്ക് ഈ പവർ പോയിന്റിലൂടെ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് കളർഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഓഡിയോസ് ഇപ്പോ ഞാൻ BEd പഠിച്ചപ്പോ ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഓക്കെ, പുറത്തുനിന്ന് ഒരു ടീച്ചർ വരും, അതിനകത്ത് 5 പേര് വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. 5 പേരില് ഒരാള് ഈ IT ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് എടുക്കണം. ഓക്കെ, മറ്റു ടീച്ചർമാര് ഒരു ടോപ്പിക് പറഞ്ഞിട്ട് അവര് അവരുടെ രീതിയിൽ എടുക്കാം, ബോട്ടിലൊക്കെ എഴുതിയിട്ട് അങ്ങനെ എഴുതിയെടുക്കാൻ പറ്റും. പക്ഷെ ഒരു ടീച്ചർക്ക് മാത്രം ഇങ്ങനെ സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ബോർഡ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. സ്ലൈഡുകൾ മാത്രം, ഓൺലി സ്ലൈഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിള്ളേർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കണം. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ എനിക്കായിരുന്നു, ഞാൻ BEd പഠിച്ചപ്പോ 5 പേരിൽ ഒരാള് ഞാനായിരുന്നു ആ ഭാഗ്യവതി. അപ്പോ ഞാൻ സ്ലൈഡൊക്കെ പ്രിപ്പയർ ചെയ്തു. അതിനകത്ത് എങ്ങനെയാന്ന് വെച്ചാല് ഒന്നും കൂടി നമുക്ക് എന്താ പറയാ, ശരിക്കും നമ്മൾ ലെക്ചറായിട്ട് പറയുന്നതിലും പകരം കുട്ടികൾക്ക് ബോറൊക്കെ അടിക്കും. നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഞാനിങ്ങനെ ക്ലാസ് കഴിഞ്ഞാൽ പറയുമ്പോ എന്താണ് നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഒരു സിനിമയിലെ ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഓഡിയോയോ ഒക്കെ കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണെങ്കിൽ എന്താ അതൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും അല്ലെ? അപ്പൊ ആ സിനിമ ഓർമ്മ വരും, അതിന്റെ ടോപ്പിക് എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു. ആ സിനിമയിലൊരു രംഗം കാണിച്ചിട്ട് ഓഡിയോ കാണിച്ചിട്ട് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്നുള്ളത് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കണം. പക്ഷെ അവര് കറക്റ്റ് ആയിട്ട് അത് പറയും, എന്താണ് മിസ് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത്. ആ ഓഡിയോ കാണുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ആ ടോപ്പിക് എന്താണെന്നുള്ളത് അവർക്ക് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആവും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും, നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും പിള്ളേരുടെ കാര്യം നമുക്കായാലും. അതുപോലെ തന്നെ ഇപ്പൊ പല ഇമേജുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ സ്ലൈഡുകളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ അവർക്കൊരു ബോറടിക്കില്ല. പെട്ടെന്ന് ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുകയാണ് അതിനെ കുറിച്ചിട്ട്. അപ്പൊ അവർക്ക് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആവും, മിസ് അന്ന് കാണിച്ചു തന്നല്ലേ അല്ലെ? അല്ലെങ്കിൽ എന്താ ഇപ്പൊ നമ്മളിങ്ങനെ ലെക്ചേഴ്സ് ആയിട്ട് എടുക്കുമ്പോ സ്റ്റെപ്പ് പറഞ്ഞെന്ന് പറഞ്ഞ് ചിലപ്പോ വായിച്ചിട്ട് ഒരു ഓർമ്മയൊന്നും ഉണ്ടാവില്ല. പക്ഷെ പിക്ചേഴ്സ് ആയാലും ഓഡിയോസ് ആയാലും വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് പിള്ളേർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോ എന്താ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. അത് കുറെ നാൾ അവരിങ്ങനെ ഓർത്തിരിക്കും അല്ലെ, അതിന്റെ കൺസെപ്റ്റ് എന്താണ്. ചിലപ്പോ എക്സാംസ് ഒക്കെ കഴിഞ്ഞാലും ആ കുട്ടികൾക്ക് അത് ബ്രെയിനിൽ ഉണ്ടാവും ഇല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോ CBSE സ്കൂളിലൊക്കെ ഇങ്ങനെയാണ്, സ്ലൈഡ് വഴിയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ആണോ? നിങ്ങളുടെ കുട്ടികളൊക്കെ അങ്ങനെയാണോ? അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ? എന്റെ മോളുടെ ഒക്കെ സ്കൂളില് അവർക്ക് തന്നെ ഒന്നിലാണല്ലോ പഠിക്കുന്നത്. പക്ഷെ എന്നാലും TV ഉണ്ട്, ഓരോ ക്ലാസ്സിലും TV ഒക്കെ ഉണ്ട്. അവർക്ക് ബോറടിക്കുമ്പോ അല്ലെങ്കിൽ ലാസ്റ്റ് അവർ ഒക്കെ ആകുമ്പോ ഇങ്ങനെ
കാർട്ടൂൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട് അവര്. സ്ലൈഡ് വഴിയല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. ചില മോണ്ടിസോറിയിലെ അമ്മമാര് പറയാറുണ്ട്, അവര് പറയാറുണ്ട് എങ്ങനെയാണ് എന്റെ മോൾക്കൊക്കെ ഇങ്ങനെ അവർക്ക് സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്തിട്ട് ടിവിയിൽ ഇങ്ങനെ പ്രസന്റേഷൻ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവര് നോട്ടുകൾ എഴുതിയിരിക്കണം, അങ്ങനെയാണ് പറയാറുണ്ട്. ഇപ്പോൾ ഉള്ള CBSE സ്കൂളിലൊക്കെ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഓക്കെ. ഇനി ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഓവർഓൾ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് പ്രൊവൈഡ് എ പവർഫുൾ ground for generating visually appealing and impactful presentation. It's user-friendly interface, formatting options, multimedia integrations, and collaboration. Features make it a popular selection for professionals, educators, and individuals who look to communicate information and information in an effective manner. അപ്പൊ എന്താ ഇങ്ങനെ ഈ പവർ പോയിന്റിലൂടെ നമുക്ക് എന്താണ് ഒരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് പവർ പോയിന്റ് എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ എന്താ ഇപ്പോ പ്രൊഫഷണൽസിനായാലും ടീച്ചേഴ്സിനൊക്കെ ആയാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെ, അവര് പറയുന്ന കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള ഒരു ഉപാധിയാണ് നമുക്ക് പറയാൻ പറ്റും എന്ത് പവർ പോയിന്റിലൂടെ അല്ലെ. പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും അല്ലെ. അതാണ് അവിടെ പറയുന്നത് പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, പവർ പോയിന്റ് എന്താണ്, അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കി അപ്ലിക്കബിലിറ്റി ഹോസ്പിറ്റൽസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.